രുക്മിണിക്കും സത്യഭാമയ്ക്കും ദ്രൗപദിയോട് ചെറിയൊരു അസൂയുണ്ടായിരുന്നു. ആ കഥ നമുക്കൊന്ന് നോക്കാം. കൃഷ്ണൻ്റെ ഭാര്യമാരാണ് രുക്മിണിയും സത്യഭാമയൊക്കെ. അവർക്ക് ദ്രൗപദിയും വളരെ ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു തെല്ല അസൂയുണ്ടായിരുന്നു ദ്രൗപദിയോട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് കൃഷ്ണനെ അവരെത്രത്തോളം സ്നേഹിക്കുന്നുവോ, പക്ഷേ കൃഷ്ണൻ എപ്പോഴും ദ്രൗപദിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നാണ് അവർക്കുള്ള പരാതി. ദ്രൗപദിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ദ്രൗപദിയുടെ ഗുരുവും വഴികാട്ടിയും സഹോദരനും സുഹൃത്തും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ ദ്രൗപദിയുടെ അടുത്ത് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ ദ്രൗപദിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, കൃഷ്ണൻ എന്തിനാണ് ഇത്രയും ദ്രൗപദിയെ സ്നേഹിക്കുന്നത്? എപ്പോഴും കൃഷ്ണന് ദ്രൗപദിയുടെ ചിന്തകളേ ഉള്ളൂ എന്നുള്ളത്. എന്തൊക്കെ തങ്ങൾ ചെയ്തു കൊടുത്താലും പക്ഷേ കൃഷ്ണൻ്റെ വിചാരം അപ്പോഴും ദ്രൗപദിയിലേക്കാണെന്നാണ് ഇവരുടെ പരാതി. അപ്പോൾ ദ്രൗപദി പറയുകയാണ്, തീർച്ചയായും ഞാനും കൃഷ്ണനെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ കൃഷ്ണനെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും ഭഗവാനോട്. എന്നിരുന്നാലും പക്ഷേ നമ്മുടെ സ്നേഹത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് ദ്രൗപദി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെപ്പോഴും കൃഷ്ണൻ എൻ്റേതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ കൃഷ്ണൻ്റെയാണ് എന്നുള്ളതാണ്. ഇതുതന്നെയാണ് അതിനുള്ള വ്യത്യാസവും. ദ്രൗപദിക്ക് പരിപൂർണമായിട്ടും അറിയായിരുന്നു താൻ കൃഷ്ണൻ്റെ ഉപകരണമാണ് എന്നുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന് സാക്ഷാൽ രണ്ടുപേരാണ് അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു, അർജുനും ദ്രൗപദി. അവർ രണ്ടുപേരും ഭഗവാന്റെ ഉപകരണങ്ങളുമായിരുന്നു. ദ്രൗപദിക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് താൻ ഭഗവാന്റെ ഉപകരണമാണ് എന്നുള്ളത്. ദ്രൗപദിയുടെ ജീവിതം തന്നെ എടുത്തു നോക്കി അത്രയ്ക്കും കഠിനമായിരുന്നു. എന്താ വെച്ചാൽ ഭഗവാന്റെ ഉപകരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഭഗവാൻ ഒരു ആയുധമായിട്ടാണ് ദ്രൗപദി ഉപയോഗിച്ചിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ദ്രൗപദിക്ക് എന്തൊക്കെ പറഞ്ഞാലും പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൃഷ്ണൻ്റെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ദ്രൗപദിയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഭഗവാന് അതില്ലാണ്ടിരിക്കുമോ? ഭഗവാന്റെ മനസ്സിലും എപ്പോഴും ദ്രൗപദിക്ക് സ്ഥാനമുണ്ടായിരുന്നു. ദ്രൗപദിയുടെ ജീവിതവും ദ്രൗപദി കൃഷ്ണനോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയും എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്.